സ്റ്റേറ്റ് പേപ്പർ ആർക്കൈവിലുള്ള ഒരു രേഖ 1604 മന്ത്രവാദ നിയമത്തിന്റെ വിവാദപരമായ പാസേജ് വീണ്ടും പരിശോധിക്കാൻ വായനക്കാരെ ക്ഷണിക്കുകയും ഹാനികരമായ മാന്ത്രികതയ്ക്കെതിരായ പ്രധാന ഇംഗ്ലീഷ് നിയമങ്ങളെക്കുറിച്ച് ഒരു പുതിയ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യട്ടെ. ആരെങ്കിലും നിയമവിരുദ്ധമായ പ്രണയത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതായി മന്ത്രവാദം 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 എന്നിവയുടെ ഉപയോഗം നിരോധിച്ചപ്പോൾ ഈ നിയമങ്ങൾ പാസാക്കിയ ആളുകളുടെ മനസ്സിൽ എന്തായിരുന്നു? 1604 ആക്ട് പലപ്പോഴും പ്രത്യേക പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുകയാണ്. കാരണം അത് അതിന്റെ രണ്ട് മുൻഗാമികളെക്കാൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതായിരുന്നു. 1542 പാസാക്കിയ ഒരു നിയമമാണ് ആത്മാക്കളുടെ മന്ത്രവാദം, മന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദം എന്നിവയെ സഭാ കോടതികൾക്ക് മാത്രം വിധേയമായ പാപങ്ങളെക്കാൾ പൊതു നിയമ കോടതികളിൽ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളായി മാറ്റിയ ആദ്യ നിയമം. ഹെൻറി എട്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഈ ആദ്യകാല നടപടി വളരെ കുറച്ചു മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. താമസിയാതെ അത് റദ്ദാക്കപ്പെട്ടു. എലിസബത്ത് രാജ്ഞിയുടെ തുടക്കത്തിൽ മന്ത്രങ്ങൾക്കും മന്ത്രവാദികൾക്കുമെതിരെ ഒരു പുതിയ നിയമം പാസാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് 1563 രാജ്ഞിയുടെ പാർലമെന്റുകളിലൊന്ന് മറ്റൊരു നിയമം നടപ്പിലാക്കി. രാജ്ഞിക്കെതിരായ കത്തോലിക്ക ഗൂഢാലോചനകളെ ചെറുക്കുന്നതിന്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട ഈ എലിസബത്തൻ നിയമം താമസിയാതെ നിരവധി ക്രിമിനൽ വിചാരണകൾക്കും ഹാനികരമായ മാന്ത്രികത ആരോപിക്കപ്പെടുന്ന ആളുകളുടെ വധശിക്ഷയ്ക്കും വഴിയൊരുക്കുകയായിരുന്നു. പിന്നീട് 1604 സ്കോട്ടിലെ രാജാവ് ജെയിംസ് ആറാമൻ ഇംഗ്ലണ്ടിലെ സിംഹാസനത്തിൽ സ്ഥാനാരോഹണം ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ ഇംഗ്ലീഷ് പാർലമെന്റ് മറ്റൊരു നടപടി കൂടി പാസാക്കി. അതിന് ചില പുതിയ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരുന്നു.